ജീവിതത്തിൽ ഒരാൾ സക്സസ് ആയെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? എന്താണ് ഈ സക്സസ്? എങ്ങനെ ഒരാൾ സക്സസ്ഫുൾ പേഴ്സൺ ആയെന്ന്, എത്തരത്തിലാണ് ഒരാളെ സക്സസ്ഫുൾ പേഴ്സൺ ആവുന്നത് എന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? എന്താണ് ഈ സക്സസ്? അപ്പം പലതരത്തിലുള്ള എയിം ചെയ്യുന്ന ആളുകളുണ്ട് ജീവിതത്തിൽ, പലതരത്തിൽ സ്വപ്നം കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്താണ് ആക്ച്വലി ഈ സക്സസ് എന്ന് പറയുന്നത്? പലപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ജീവിതത്തിൽ സക്സസ് ആയി അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി വിട പറയുമ്പോൾ ഞാൻ സക്സസ് ആണോ, അല്ലെങ്കിൽ എന്തരത്തിലാണ് എൻ്റെ സക്സസ് ഞാൻ നിർവചിക്കപ്പെടുന്നത്? സമൂഹം എങ്ങനെയാണ് ഞാൻ സക്സസ്ഫുൾ പേഴ്സണായിട്ട് കാണുന്നത് എന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് സക്സസ്ഫുൾ ആയോ ഇല്ലയോ? ഇത് എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ? ഇത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇത് തീർച്ചയായും ഇതൊരു പേഴ്സണൽ കാര്യമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ് തീരുമാനിക്കുന്നത് ഡിപ്പെൻഡ് അപ്പോൺ അവൻ ലൈഫിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ് അനുസരിച്ചാണ്. അപ്പം ഞാൻ എൻ്റെ ലൈഫിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ് അല്ല ഓരോ ആളുകളും അവരവരുടെ ലൈഫിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. വ്യത്യസ്ത രീതിയിലായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ 750 കോടി ആളുകൾ 750 രീതിയിൽ വളർന്നു വരുന്ന ആളുകളായിരിക്കാം. പല സർക്കംസ്റ്റൻസ് അവരെ ബിൽഡ് ചെയ്യുന്നു, പല രീതിയിൽ അവർ വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരുടെ എയിം, അവരുടെ വിഷൻ, അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് അപ്പോൺ അവരുടെ ഏരിയ എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അവർ എല്ലാവരും വ്യത്യസ്തമായിരിക്കുമ്പോൾ ഈ സക്സസ്സും അതുപോലെ തന്നെയാണ്. ഓരോ ആളുകളുടെ പേഴ്സണൽ ചോയ്സാണ് സക്സസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്ത് വാല്യൂസാണ് സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവരും അവരവർ തന്നെ ചിന്തിക്കുകയാണ്, അവരവർ എന്ത് വാല്യൂസാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹിക്കുന്ന വാല്യൂസ് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് അവരുടെയോട് തന്നെ പറയാം സക്സസ്ഫുള്ളാണ്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന വാല്യൂസ് എനിക്ക് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായും പറയാം ഞാൻ സക്സസ്ഫുള്ളാണ്, എനിക്കത് ചെയ്യാൻ പറ്റി എന്ന് എൻ്റെ മനസ്സിനോട് പറയാം. പക്ഷേ ഞാൻ എന്ത് വാല്യൂസാണ് തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ എന്ത് വാല്യൂസാണ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ എന്താണ് എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമ്മുടെ ഇപ്പോൾ നാട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റോഡിനരികിൽ ഒരു വൃദ്ധൻ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണപ്പെട്ട ആളുകൾ ഒരു ലോട്ടറി വിൽക്കുന്നു എന്നിരിക്കട്ടെ, ലോട്ടറി വിൽക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു. അപ്പോൾ അവർ ആ ലോട്ടറി ഇന്ന് മുഴുവൻ ഉച്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു രാവിലെ തുടങ്ങി കച്ചവടം ഉച്ചയ്ക്ക് മുമ്പ് വളരെ സക്സസ്ഫുള്ളായിട്ട് സെല്ല് ചെയ്യാൻ പറ്റി. അവർക്കൊരു അതിൻ്റെ ലോട്ടറിയുടെ കമ്മീഷൻ ഒരു 1000 റുപ്പീസ് അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ അവർ സക്സസ്ഫുള്ളാണ്. അവർ ജീവിതം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച്, അവരുടെ ഇമ്പോർട്ടൻ്റ് അനുസരിച്ച് അവർ സക്സസ്ഫുൾ ആണെന്ന് അവർക്ക് പറയാൻ പറ്റും. അവർ വന്നിട്ടുള്ള കാലാവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ലമ്മിൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ആളുകളുടെ അടുത്ത് പൈസകൾ കൈനീട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്കതെങ്കിൽ ഒരു ദിവസം ഒരു 100 രൂപ വരെ കിട്ടുന്നുണ്ടെന്നിരിക്കട്ടെ. പെട്ടെന്ന് ഒരു 500 രൂപ കിട്ടി, അല്ലെങ്കിൽ അവർക്ക് അത് തന്നെയാണ് അവർ ഡെയിലി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അവരൊരു വാല്യൂസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും അവർ ശ്രമിക്കുന്നില്ല. പക്ഷേ അവർക്ക് അവർ സാറ്റിസ്ഫൈഡ് ആണ്, അവർ ഹാപ്പി ആണെങ്കിൽ അവർ ഹാപ്പിയാണ്. പക്ഷേ സക്സസ് ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ്സ് എ പേഴ്സണൽ തിങ് ആണ്. അവർക്ക് അവകാശപ്പെടാൻ പറ്റും ഞാൻ സക്സസ് ആയി ഏത് രീതിയിലായെന്ന്. ചില ആളുകളുടെ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. ചിലവർക്ക് ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കുന്ന ആളുകളാണ് സക്സസ്ഫുൾ പേഴ്സണായിട്ട് കാണാൻ പറ്റും. ചിലവർ ഒരു സെലിബ്രിറ്റി ആയി മാറുന്നതാണ്. ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ സെലിബ്രിറ്റി ആയി വരുന്നു, ഏതെങ്കിലും ഒരു ഷോയിൽ സെലിബ്രിറ്റി ആയി വരുന്നു, അപ്പം തന്നെ നിർവചിക്കുകയാണ് ഈസ് സക്സസ്ഫുൾ. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നല്ല സ്പോർട്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലൊക്കെ എന്തെങ്കിലും ഉയർന്ന രീതിയിൽ ഒരു പ്രൈസ് കിട്ടി വരുമ്പോൾ അവർ സക്സസ്ഫുൾ ആണെന്ന് നിർവചിക്കുകയാണ്. അപ്പോൾ ഓരോ ആളുകളുടെ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. ചില ആളുകൾ നല്ല സമ്പത്ത് ഉണ്ടാക്കുമ്പോൾ അവർക്ക് നല്ല കാറും നല്ല ഹൗസും അതോടൊപ്പം തന്നെ ധാരാളം ബാങ്ക് ബാലൻസൊക്കെ ഉണ്ടായി നല്ല റിച്ചായിട്ട് പോകുമ്പോൾ അവർ സക്സസ്ഫുള്ളായിട്ട് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു പേഴ്സണലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ വാല്യൂസ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് വാല്യൂസാണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ, ഗോള്, അതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതിനാണ്. എൻ്റെ സ്ട്രെങ്തൻ, എൻ്റെ വീക്കൻഡ് സൈഡ് അത് തിരിച്ചറിഞ്ഞ് ഞാൻ സ്ട്രെങ്തൻ സൈഡ് നന്നായിട്ട് ഗുഡായിട്ട് എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ
ഞാൻ സക്സസ്ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റും. അപ്പം എന്ത് ലൈഫ് സ്റ്റൈലാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, ആ ലൈഫ് സ്റ്റൈലിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്, എനിക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗോളും എൻ്റെ ലക്ഷ്യങ്ങളും അതിനനുസരിച്ച് പോവുകയാണെങ്കിൽ എനിക്ക് സക്സസ്ഫുള്ളായിട്ട് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ എൻ്റെ ഗോളും മറ്റുള്ള ആളുകളുടെ ഗോളും വ്യത്യാസമുണ്ടല്ലോ. ചിലർക്ക് ചെറിയ ഗോളായിരിക്കും, ഒരു ജോലി കിട്ടണം എന്നുള്ളൊരു ഗോൾ സെറ്റ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ഗവൺമെൻറ് ജോലി കിട്ടണം എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്ത് പോകുന്ന ആളുകൾ എനിക്കറിയാം. അവർ ആ ഗോള് അച്ചീവ് ചെയ്യുന്ന ഒരു 22ാമത്തെ 23ാമത്തെ വയസ്സിൽ ചിലപ്പോൾ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം അവർ ആ ഗോള് അച്ചീവ് ചെയ്തതിന് ശേഷം അവർ സക്സസ്ഫുൾ പേഴ്സണാലിറ്റിയായി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗോൾ അച്ചീവ് ചെയ്തു, അവരുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും ഒരു ജോലി കിട്ടുക എന്നുള്ളത്. അതോടുകൂടി അവർ സക്സസ്ഫുള്ളാണ്. പക്ഷേ അത് ബേസ്ഡ് ഓൺ അവരാണ്. അപ്പം ഇതിൻ്റെ ടോട്ടൽ ഈ സക്സസ് എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളുടെ പെർസ്പെക്റ്റീവിൽ ഡിഫറെൻ്റാണ്. ഓരോ ആളുകൾ ഓരോ പെർസ്പെക്റ്റീവിലും ഓരോ രീതിക്കനുസരിച്ചുള്ള ഗോളുകൾ ഡിഫറെൻ്റാണ്. ഓരോ ആളുകളുടെ അച്ചീവ്മെൻറ്റ് രീതികൾ ഡിഫറെൻ്റാണ്. ഓരോ ആളുകളുടെ സ്ട്രെങ്ത് ആൻഡ് സൈഡ് ഡിഫറെൻ്റാണ്. ഓരോ ആളുകൾ സമൂഹത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വാല്യൂസ് ഡിഫറെൻ്റാണ്. ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ കോമഡികൾ പറയുന്നു, ചില ആളുകൾ വളരെ ക്രേസി ആയിട്ട് ആക്ട് ചെയ്യുന്നു, എന്നിട്ട് വൈറലാവുന്ന ആളുകളുണ്ട്. വളരെ ക്രേസിനെസ് കാണിച്ച് വൈറലാവുന്ന ആളുണ്ട്. അവർ വൈറലായി 1 മില്യൺ 10 മില്യൺ സബ്സ്ക്രൈബർ കിട്ടുന്നതോടുകൂടി അവരെ സെലിബ്രിറ്റി ആയിട്ട് കാണുന്ന ഓൺലൈൻ ചാനൽസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഭാഷയിൽ നിന്നുകൊണ്ട് അവർക്ക് അത്രയും 1 മില്യൺ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ അച്ചീവ്മെൻറ്റിലേക്ക് എത്തി അവർ സക്സസ്ഫുൾ പേഴ്സണാലിറ്റിയായി മാറുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ സക്സസ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസി, ഫൈനാൻഷ്യൽ സക്സസ് ആയിട്ട് വരാം, കരിയർ സക്സസ്, പേഴ്സണൽ സക്സസ്, ഹെൽത്ത്, ഇങ്ങനെ പല ഏരിയയിൽ നമ്മുടെ പില്ലർ ഓഫ് ലൈഫ് മനസ്സിലാക്കിയിട്ട് പല ഏരിയയിൽ നമ്മൾ സക്സസ് ആയി വരുമാണ്. അപ്പം നല്ല റിലേഷൻഷിപ്പ്, നല്ല ഫാമിലി ലൈഫ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഹാപ്പി ആയിട്ടുള്ള ഫാമിലി ലൈഫ്, നല്ല ഹെൽത്ത്, ആ ഹെൽത്ത് നന്നായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ, നല്ല കരിയർ ബേസ് ചെയ്ത് നല്ല ബിൽഡപ്പ് ചെയ്ത് നല്ല കരിയർ ഉണ്ടാക്കാൻ പറ്റിയ, നല്ല പ്രൊഫഷണൽ ലൈഫ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ, നല്ല ഫൈനാൻഷ്യൽ സ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ, നല്ല പേഴ്സണലായിട്ട് നമ്മുടെ നല്ലൊരു ബിൽഡപ്പ് ഉണ്ട്. ഇതെല്ലാ ഏരിയയിലേക്കും വരുമ്പോഴാണ് നന്നല്ല സക്സസ് പേഴ്സൺ നമുക്ക് പറയാൻ പറ്റും. ചില ആളുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ സിനിമാ രംഗത്തൊക്കെ കടന്നു വന്ന നല്ല സെലിബ്രിറ്റി ആയിട്ട് വരും, പക്ഷേ അവരുടെ പേഴ്സണൽ ലൈഫ് ഭയങ്കര പരാജയമായിരിക്കും. അവർ സാമ്പത്തികപരമായിട്ട് ഭയങ്കര, ഫൈനാൻഷ്യലായിട്ട് നമ്മൾ ഭയങ്കര പരാജയമായിട്ട് കാണാം. ഹെൽത്ത് പരമായിട്ട് ഭയങ്കര ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതാണോ ഹെൽത്തുമായിട്ട്. അപ്പോൾ അവർ ആക്ട് ചെയ്ത് ആ സിനിമയൊക്കെ കാണുമ്പോൾ കൈയടിക്കുകയും അവർ സക്സസ്ഫുൾ പേഴ്സണായിട്ട് വരികയൊക്കെ ചെയ്യുമെങ്കിലും അവരുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് തകർന്ന് തരിപ്പണമായി ജീവിതത്തിലെ ഏറ്റവും അവസാന നിമിഷം നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെയും അല്ലെങ്കിൽ നേഴ്സിൻ്റെ സഹായത്തോടുകൂടി മരണപ്പെടേണ്ടി വരുന്ന അവസ്ഥ ഭയങ്കര ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഹെൽത്ത് അവർ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ അവർ സക്സസ്ഫുൾ പേഴ്സണായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ലോകം മുഴുവൻ അറിയുന്ന സെലിബ്രിറ്റിയായി മാറിയിട്ട് ഹെൽത്ത് അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അപ്പോൾ അവരുടെ കരിയർ ബിൽഡ് ചെയ്യുന്നതിനകത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അവർ. അപ്പം നമ്മൾ അല്ലെങ്കിൽ ഫൈനാൻസ് അവർ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള ആളുകളില്ലെങ്കിൽ അവരുടെ പാഷനെ പിന്തുടർന്ന് അപ്പം അവരുടെ വാല്യൂസ് കോൺട്രിബ്യൂട്ട് ചെയ്ത്, കോമഡിയാണ് അവർ വാല്യൂസ് കോൺട്രിബ്യൂട്ട്, അല്ലെങ്കിൽ സമൂഹത്തിലെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂസ് ആയിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നതും അതായിരിക്കും, അവർ ലൈഫിൻ്റെ അച്ചീവ്മെൻറ്റ് അത് തന്നെയായിരിക്കും. പക്ഷേ അവർക്ക് നല്ലൊരു എന്താ പറയുക, എല്ലാ ഏരിയയിലും അവർക്ക് ടച്ച് ചെയ്ത് പോകാൻ പറ്റില്ലെങ്കിൽ അവർ സക്സസ്ഫുൾ പേഴ്സണായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഡിഫറെൻ്റാണ്, എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റാണ്. പക്ഷേ നമ്മൾ പറയുന്നത് എല്ലാ ഏരിയയും നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമ്മളൊരു സക്സസ്ഫുൾ പേഴ്സൺ എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റും. നമ്മുടെ ഗോൾ, നമ്മുടെ വാല്യൂസ് നമുക്ക് തീർച്ചയായും സമൂഹത്തിന് കൊടുക്കണം. അങ്ങനെയാണ് സക്സസ്സിനെ നിർവചിക്കുന്നത്. അതിന് ചെറുതും വലുതും എന്തും ആവാം. ഒരു സാധാരണക്കാരൻ്റെ വാല്യൂസും ഉണ്ട് സമൂഹത്തിന്. ഒരു സമൂഹത്തിലൊരു ഫിഷ് സെല്ല് ചെയ്യുന്ന സെല്ലർക്ക് ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ഒരു പകൽ സമയം മുഴുവൻ ബോട്ടിൽ കടൽ കടന്ന് പോയി ഫിഷിനെ പിടിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്ക് പോലും സമൂഹത്തിലൊരു വാല്യൂസ് ഉണ്ട്. അവരായിരുന്നു നമ്മുടെ കേരളത്തിനെ ഒരു കാലത്ത് ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ടിറങ്ങി നിന്നിട്ടുള്ള ആളുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പോലും സമൂഹത്തിൽ ഒത്തിരി വാല്യൂസ് കൊടുക്കുന്ന, അവരൊക്കെ നമ്മൾ ആദരിക്കപ്പെടേണ്ട ആളുകളാണ്. അപ്പോൾ സക്സസിൻ്റെ ഡെഫിനേഷൻ ഓരോ പെർസ്പെക്റ്റീവിലും മാറിക്കൊണ്ടിരിക്കും. സക്സസ് എല്ലാവർക്കും ഡിഫറെൻ്റാണ്. പക്ഷേ ഒരു ഏരിയയിൽ മാത്രം സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ടോട്ടലി ഒരു സക്സസ്ഫുൾ പേഴ്സണായിട്ടൊന്നും അവകാശപ്പെടാനും പറ്റത്തില്ല. നമ്മുടെ ലൈഫിൻ്റെ എല്ലാ ഏരിയയും നമുക്ക് സക്സസ് ആയി നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.